അത് ഒരു ഷീറ്റിന് ഫെവിക്കോള് വെച്ച് ഞാൻ ഒട്ടിച്ച്. അത് വേറൊരു പൈപ്പ് സംഭവം എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് ഞാൻ എന്ത് ചെയ്തു, പേപ്പർ അതിന് മുകളിലൂടെ ചുറ്റി. ഉള്ളികൂടെ തയ്ച്ച് കഴിഞ്ഞാലേ ആ ഒരു സ്റ്റിക്കില് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിക്കിൽ ഒട്ടി പിടിക്കും. അപ്പോൾ അത് ഒട്ടി പിടിക്കാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഉള്ളിലോട്ടല്ല അതിൻ്റെ പുറത്താണ് ചെയ്യേണ്ടത്. എ4 ഷീറ്റിൻ്റെ പുറത്താണ് ചെയ്യേണ്ടത്. എ4 ഷീറ്റിൻ്റെ ഉള്ളിലല്ല, എ4 ഷീറ്റിൻ്റെ പുറത്ത്. അപ്പോൾ അങ്ങനെ പുറത്ത് തേച്ച് ഇങ്ങനെ നല്ല രീതിയിൽ കറക്കി എന്നിട്ട് ഓരോന്നിട്ട് മടക്കി ഞാൻ. അപ്പോൾ ഒരു എ4 ഷീറ്റ് മടക്കിയതിന് ശേഷം ഞാൻ അടുത്ത ഷീറ്റ് അതിൻ്റെ മീതെ വീണ്ടും ഇത് ചുറ്റിച്ച് അങ്ങനെ 4 എ4 ഷീറ്റ് വേണ്ടത്ര രീതിയിൽ അളവിലൊക്കെ ഞാൻ ആ ഒരു ഷീറ്റ് ഉപയോഗിച്ച് 4 ഷീറ്റ് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു. അപ്പോൾ ഞാൻ ഹോള് ഇതൊക്കെ രീതിയിലാണ് ഞാൻ സ്റ്റിക്ക് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞു വീഡിയോ കാണാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതിന് ശേഷം ഞാൻ സ്റ്റിക്കിന് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ സ്റ്റിക്കിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെയ്തു ഇന്നലെ ഇടുന്നതായിട്ട് കഷ്ടപ്പെട്ട് വർക്കോടെ ഞാൻ ചെയ്ത് ഇതിൻ്റെ അപ്ഡേഷനായിട്ട് ഞാൻ നടന്നു. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ നടന്നല്ല, ഈ സ്റ്റിക്കിൻ്റെ ഇതിലാണ് പണി. അപ്പോൾ ഞാനിപ്പോൾ നാളെ മടക്കിയ സ്റ്റിക്ക് ഞാൻ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ അടിയിൽ ഒരു ഹോളുണ്ടായിരുന്നു. ആ ഹോളിന് ഉള്ളിലൂടെ അടുത്ത് സ്റ്റിക്കില്ലേ, അത് 4 ഷീറ്റ് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അടുത്ത് 4 ഷീറ്റ് വെച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി. ആ സ്റ്റിക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ സ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെ ഞാൻ കടത്തി. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഒരു വെയിറ്റ് കിട്ടി.